നാട്ടിൽ പോലെല്ലാവരും കല്ല് പോലെ ഇരിക്കണം. അത് വേണ്ട, പക്ഷെ പാല് പാല കഴിക്കണം. ഇത് മുഴുവൻ വെള്ളം അതോ അത് പയ്യുന്നലെ കുറെ കൂടുതൽ വെള്ളം കുടിച്ചു. കൂടുതൽ വെള്ളം കുടിച്ചാൽ പാലിന്റെ കൊഴുപ്പ് കുറയും അല്ലേ? എന്റെ ശിവശങ്കര, പ്രഭാകരനാരുടെ അടുത്ത് വേണം ഈ വിളവ്. ഏതായാലും ഇന്ന് ഞാൻ തിരിച്ചറിയുന്നില്ല. നാളെ വഴി കൂടുതൽ വെള്ളം കുടിച്ചാൽ ആ പാല് നമുക്ക് വേണ്ട. അമ്മയോട് പറഞ്ഞു ഓരോ തെറ്റിദ്ധാരണയല്ലേ ചേട്ടാ. ഞങ്ങളൊക്കെ കറക്കുന്ന മുണ്ടയില് ഒരു തുള്ളി വെള്ളം കാണത്തില്ല. ഈ പാലിന് വെള്ളം ചേർത്ത് വിട്ടിട്ട് എനിക്ക് ജീവിക്കാൻ കാര്യമില്ല. എനിക്കെന്താ ജോലിയുള്ളതാ? ഗോവിന്ദൻ കൺട്രാക്ടിന്റെ തോന്നുന്നു പറഞ്ഞാട്ട് തോന്നുന്നു. അതുകൊണ്ടാ ഇപ്പഴേ ഞാൻ ഒന്നാമത്തെ ഒരു മെഡിക്കൽ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് പോയോ. പാല പിടിക്കാതെ പോ. ഏതോ തല്ലിപ്പൊടി കമ്പനിയുടെ മരുന്നാ. അത് മാത്രമല്ല ഒരു മരുന്നിനെ കുറിച്ചൊരു ചുറ്റും ഉണ്ടാകുമ്പോൾ അറിയില്ല. മരുന്ന് വിൽക്കുന്നവരാണോ തീർച്ച? അത് ഡോക്ടർമാരൊക്കെ അറിയൂ. എന്താ ജോലി? എന്തും പറയണ്ട. ഞാൻ ആ ഇടവഴി ചാടിക്കടന്ന് ചുറ്റിക്കറങ്ങി ഓടി വരിക. കാലക്കാർ വലിയ മേലും തരുമെന്ന് ഞാൻ അടുക്കള വഴിക്ക് പോകുന്നു. അത് ശരി, ഇങ്ങനെ ഒളിച്ചു കളിച്ച് കണ്ടാ കാര്യം. പിന്നല്ലാതെ എത്ര അവധിയെന്ന് വെച്ചാൽ പറയാം. സാധാരണ അച്ഛന്മാര് മക്കൾക്ക് സമ്പാദിച്ചു കൊടുത്തിട്ടാ മരിക്കും. പൂക്കാട്ടുശ്ശേരി പരമേശ്വരനാര് 3 മക്കൾക്കൂടെ സമ്പാദിച്ചു കൊടുത്തിരിക്കുന്നത് നാട് മുഴുവൻ കടമാണ്. ഒക്കെ ശരിയാവും. ഞാനൊരു കത്തിയും കട്ടാരിയായിട്ട് ഇറങ്ങണം. കക്കാനും പിടിച്ചു വരയ്ക്കാനുണ്ട്. നീ ഇത്ര ബേജാറാവണമെന്തിനാ? ഇതൊക്കെ തന്നെയാ ജീവിതം എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ പ്രശ്നങ്ങൾ. ഇത്ര വിഷമിക്കാനുള്ള കാര്യം. ബാലേട്ടനാ വിളിച്ചൻ. ജോലിയും കുടുംബമൊക്കെ ആയപ്പോ മൂപ്പൻ സൂത്രത്തിലേക്ക് മാറി. കുടുംബം നോക്കാനും കടക്കാരോട് സമാധാനം പറയാനും ഞാനുണ്ടല്ലോ. ഇതൊക്കെ നൽകുന്ന പറയുന്നത് എനിക്ക് വേണ്ട. വീട്ടിന്റെ വിദ്യാഭ്യാസം മുങ്ങിയതാണ്. ഞാൻ വേഗം കഴിച്ചിട്ടാ വണ്ടി പോകണം. അപ്പൊ എല്ലാം കണ്ണിപ്പെടാണ്ട് പോകാനോ. ഇതൊക്കെ നമ്പറിലടി പണ്ട് വാർത്ത ഉണ്ടാകുന്ന വരുമ്പോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എപ്പോഴാണെങ്കിലും അവൻ പറഞ്ഞെത്തും. വിളിച്ചാൽ പറ്റില്ല. എന്നാൽ അവിടെ ഇവിടെ പതിഞ്ഞ് ശബ്ദം ഉണ്ടാക്കും. ആറാമൂട്ട മുറിച്ചിട്ടാനുള്ള പൊതിയ ഉറപ്പിക്കാനറിയാം. മൂപ്പർ ഒരു കഷ്ടം അങ്ങോട്ട് കൊടുക്കും. വിദ്യാർത്ഥി ഒരു ദിവസം നിൽക്കത്തില്ല. പറക്കുന്നതാണ്. കഞ്ഞിക്കുന്ന കൂട്ടാൻ കഞ്ഞിക്കുന്ന കൂട്ടാൻ കഞ്ഞിക്ക് കൂട്ടാൻ എത്ര രൂപയായി? എത്രയായാലും ഓഫീസിൽ വാങ്ങിച്ചോളൂ. ഏതാ ഓഫീസ്? എന്റെ അമ്മയുടെ ഓഫീസ്. ഇവിടെ നോക്കടാ. ബിസിനസ് മേഖലയാണ് കൈതാ. സ്ഥാപിക്കാം. ഉച്ചയ്ക്ക് ഊണ് വണ്ടി വേണ്ട ഞാൻ മാനേജ് ചെയ്തോളാം. ഗുഡ് മോർണിംഗ് സാർ. ഒരു നല്ല ടാക്സ് പോലും കിട്ടാനില്ല. നമ്മുടെ പ്രൊഡക്റ്റ് നല്ല മൂവ്മെന്റ് അല്ലേ? ഒറ്റ കുത്തുപോലും കിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എറണാകുളത്തൊക്കെ പ്രോട്ടോബി ഭയങ്കര സെയിൽസ് കിട്ടാനില്ല. ഈ ഗർഭശുശ്രൂഷയ്ക്ക് പറ്റിയ ടോണിക്കാണ്. മിനറൽസ്, പ്രോട്ടീൻസ്, ഹോർമോൺസ്, വൈറ്റമിൻസ് എല്ലാം ഉണ്ടല്ലോ. വെറുതെ ഫുള്ളടിക്കാതെ നെല്ലിക്ക വൈദ്യ ഏതാണ്ട് അരച്ചിലേക്ക് ഉണ്ടാക്കുന്ന സാധനമല്ലേ. ഞാനല്ലേ പറഞ്ഞ ഇതൊന്നും ചെലവാകില്ലെന്ന്. പിന്നെ ചെലവാക്കാം. കസ്റ്റമർക്ക് നല്ല കമ്മീഷൻ കൊടുക്കണം. കാരണം കമ്പനിക്കാർ ചോദിക്കാൻ നമ്മളെന്ത് പത്ത് സമർപ്പിക്കണം. കോവിഡ് ഏറ്റാല് 500 ബോട്ടിൽ വീതം കമ്മീഷനായിട്ട് ഓരോ വാഷിംഗ് മെഷീനാണ് കൊടുക്കുന്നത്. അല്ലാതെ ഇത്ര ചെറിയ കമ്പനികൾക്കും നിലനിൽക്കില്ല. നിങ്ങളോട് വെച്ച ബോട്ടിലൊക്കെ തിരിച്ചു കൊണ്ടുപോകണം. എല്ലാം എക്സ്പയറി ഡേറ്റാ പറയും. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനമൊന്നും വിളിക്കാറില്ല. ഇവിടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊന്നും വിളിക്കാറില്ല. ചില സ്ഥലത്ത് വിൽക്കാറുണ്ട്. ഇവിടെ ഇരിക്കട്ടെ, ഞാൻ അറിയത്തില്ല. ഓക്കെ ഓക്കെ. ബ്ലഡ് മോഷണമൊക്കെ പരിശോധിക്കുന്നത് ഒരു എക്സ്പെരിമെന്റ്. ഡോക്ടർ എനിക്ക് രാവിലെ തലവേദന മാത്രമേ ഉള്ളൂ. അതിന് പരിശോധന വേണം. എനിക്ക് കാര്യത്തിലോ സ്വന്തമായിട്ട് ചിന്തിച്ചാൽ പോലെ ഇത് വേറെ ഒരു തലവേദന ആയിക്കൊള്ളുന്നില്ല. എന്താ പരിശോധിക്കാൻ പറ്റുന്നുണ്ടോ? പിന്നെ ഇത് KJ ലാബിൽ പരിശോധിച്ചാൽ മതി. അവിടെ നല്ല റിസൾട്ട്. ബാക്കിയെല്ലാം നോക്കാം. ശരി. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഐ ആം ശിവശങ്കർ ഫ്രം Pharmaceuticals.
അത് കൊള്ളാവുന്നു. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ പട്ടി ചന്തയ്ക്ക് പോകുന്ന പോലെ പോവാന്നല്ലാതെ ഒറ്റ വെളുത്തും ചിട്ടെഴുതുന്നേ. ഇപ്പൊ മെഡിക്കൽ ഷോപ്പുകാർക്ക് എന്നെ കാണുമ്പോൾ പുച്ഛം. കമ്പനിക്കാര് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടാണ്. അല്ലാതെ ഓരോരുത്തരും 1000 ബോട്ടിൽ ചെല്ലിയാലേ ഈ ഫ്രിഡ്ജും DCR-ഉം ടിവിയും ഒക്കെ എവിടെ നിന്ന് പോകും? ഞാനെവിടെ കൊടുക്കാനാ? പിന്നെ എല്ലാവരും കൂടെ ഉത്സാഹിക്കുന്ന എഴുതി ഒരു 10,000 ബോട്ടുകളായ എനിക്കൊരു 8,000 കമ്മീഷൻ കിട്ടും. പിന്നെ ഞാൻ ഈ ജോലിക്ക് പോകുന്നില്ലെങ്കിലോ? പിന്നെ നമ്മൾ കോംപ്ലിമെന്റ്സ് വാങ്ങിക്കാൻ വീട്ടിൽ വരുമോ? വീട്ടിൽ വന്നാൽ അപ്പൊ കൂടുതൽ കോംപ്ലിമെന്റ്സ്. അല്ലപ്പോ ജോലി ഈ നാട്ടിലാണ് ജോലിക്ക് പറഞ്ഞാൽ എന്റെ ജോലിയാണ് മനസ്സുണ്ട്. എനിക്ക് ജോലിയുണ്ട്. പിന്നെ എല്ലാവർക്കും കസേരമേലിരുന്ന് ഫയൽ നോക്കണം പറഞ്ഞാൽ നടക്കത്തില്ല. ലോട്ടറി ടിക്കറ്റ് കിട്ടാൻ ജീവിക്കാനുള്ള കാശ് എടുത്തില്ലേ? ഞാനും ഈ വണ്ടിയൊക്കെ വെച്ചിട്ട് ദൂരെ വല്ല പണി കിട്ടും നോക്കാൻ പോവാ. വണ്ടിക്കാണെ ഓട്ടമില്ല. ഓടി കിട്ടുന്ന കാശ് വല്ല വർഷാപ്പിലും കൊടുക്കും. ഇതിനെ അടിച്ചു വെച്ച ചാട്ടാവുന്നു. ദൈവമേ വഴി കിടത്തില്ലേ? നീ ഇവിടെ കേൾക്കുന്നുണ്ടോ? ശരിയല്ലെങ്കിൽ എവിടെ വഴി കിടക്കാം. ശരിയാ. എന്നെ അവിടെ വീട്ടിൽ കിടക്കണം. ഇപ്പോഴത്തെ കാലത്ത് ഇത്തിരി പോക്കറ്റിലല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. സാധു കൊടുത്തത് പണത്തിലേക്ക്. അല്ല, അയാളെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഒക്കെ കൊടുക്കും. കംപ്ലൈന്റ് കൊടുത്ത പ്രശ്നം വിളിച്ചവന്മാരെ നഷ്ടം പേടിച്ചവരെ നമുക്ക് കംപ്ലൈന്റ് ഒന്നും കൊടുക്കത്തില്ല. ഫോട്ടോ ഒന്നുമില്ലേ? നമുക്ക് അതൊന്നും പറഞ്ഞിട്ടില്ല. അതെ, നടന്നാൽ പോയാൽ മതി. അല്ലെങ്കിൽ തന്നെ കാര്യം കൊടുത്തിട്ട് പിന്നെ കൈകാലം പിടിച്ചിട്ട് അടുപ്പ് കിട്ടുന്നു. പിന്നെ അത്രയും മതത്തെ പോകണ്ടേ? കൊടുക്കാം. എന്നാ ശരിയല്ലേ? വെറുതെ ഒന്നുമല്ല. ഊണ കഴിഞ്ഞോളെ പാലാട്ട് വന്നിട്ടുണ്ടല്ലേ? ഉമ്മ പറഞ്ഞു. ശിവൻ ഒന്നുകൊണ്ടൊരു കാര്യം പറഞ്ഞു. അത്ര വലിയ രഹസ്യമാണെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. എന്താ കാര്യം? ഒരു കോൾ വന്നിട്ടുണ്ട്. 10,000 റുപ്യ കിട്ടും. ഒറ്റയ്ക്ക് പറഞ്ഞൊരു മടി. നിനക്കൊന്ന് കൂട്ടുവരാം. നിനക്ക് 19,000 രൂപ കിട്ടുന്ന കാര്യമാണെങ്കിൽ ഏത് കള്ളക്കടത്തിന് ഞാൻ കഴിയാം. എന്താ കാര്യം? പഴം 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 എന്ന് പറഞ്ഞാൽ ശവം. ഒരു കക്ഷിയുടെ കാർന്നൂര് കയറി വയസ്സായിട്ടപ്പോഴാ. നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് ശവം തറവാട്ടിലെത്തിക്കണം. മരണത്തെ തീർന്നു വായിച്ച് ഇന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മുടെ കാറിൽ കൊണ്ടില്ലാണെങ്കിൽ 3,000 റുപ്യ തരാമെന്ന് പറഞ്ഞു. കേൾക്കട്ടെ. പാവം ഒന്നും കൊലക്കേസ് കൊണ്ടുണ്ട്. ഞാൻ അറിയുന്ന ആളാ. എങ്ങനെ കൊണ്ടുപോകും? അതിനൊരു സൂത്രമുണ്ട്. ചൂടാറണം നമുക്ക് കൊണ്ടുപോകണം. നിനക്ക് വരാൻ വിഷമുണ്ട്. വിഷമിച്ച കാശ് കിട്ടും. മരുന്നെടുത്ത് വെച്ച് കാണാം. 10,000 രൂപ. 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 10,000 രൂപ.
രണ്ടായിരത്തി പോരെ ഞങ്ങളത് സ്വന്തം തമ്മയുടെ ശവം കൊണ്ടുവരുമ്പോഴെങ്കിലും പിച്ചത്തിനെ കാണിക്കാറുള്ളൂ. തിരിച്ചങ്ങോട്ടോ പോയിട്ട് മതി അവരെ വിളിച്ചോളുന്നത് വെറുതെ കാര്യത്തിലും പിടിച്ചിലും ഒക്കെ ആയിട്ട്
ഇനി എന്ത് ചെയ്യും? അവളോട് ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, വണ്ടി ഒറ്റയ്ക്കിട്ട് പോകാൻ പേടി. വേറെ എന്തെങ്കിലും സഹായം വേണം? ഓ വേണ്ട, എന്നാൽ ഞാൻ നോക്കട്ടെ. കള്ളക്കടത്തുകാരാണെന്ന് പറയാത്തല്ലേ, നല്ല മനുഷ്യരല്ലേ? എന്താ കള്ളക്കടത്തുകാർ പോകുമ്പോട്ടോ? അവര് മനുഷ്യരല്ല. ശനിയാഴ്ച രാത്രി ഇവിടെ വന്നാൽ ഈ പരിപാടി എങ്ങനെ നടക്കുന്നത് കാണാമായിരുന്നു. ഞാനില്ലേ ഒരു സൂത്രം ഉണ്ടായിരുന്നു. ഈ സ്വർണ്ണം നടക്കുമ്പോ പോലീസ് വേഷത്തിൽ നമ്മൾ എവിടെയെങ്കിലും ചാടും. അപ്പൊ ഒരു ജീവനം കൊണ്ടുപോകും. നമ്മൾ ഒരു പെട്ടി സ്വർണ്ണമായിട്ട് പോകും. എത്ര ലക്ഷം രൂപ കിട്ടല്ലേ? നമ്മളൊന്നും വേണ്ടി 3 ദിവസം കഴിയുമ്പോൾ പോകും. ചത്തുപഴുത്ത് നല്ല 2 പൂവമ്പഴങ്ങൾ പൂവുണ്ട് അവരെ. ചേട്ടാ, കാശുണ്ടാക്കാൻ ഈ പാടുള്ള പെടണം. ഈ കാര്യത്തിന് കസ്റ്റംസ് പറഞ്ഞാൽ പോലെ. അതുപോലെ അതൊരു ഐഡിയാണല്ലോ. റിസ്ക്കും കുറവ്. നമ്മൾ വില കൊടുക്കുന്നു. കസ്റ്റംസുകാർ വന്ന് സ്വർണ്ണം പിടിക്കുന്നു. പിടിച്ചെടുത്ത സ്വർണത്തിന്റെ വിലയുടെ 20% നമുക്ക് കിട്ടുന്നു. 10 ലക്ഷം രൂപയുടെ സ്വർണ്ണം ഉണ്ടെങ്കിൽ 2 ലക്ഷം രൂപ. എന്റെ അമ്മു, കാച്ച. അവരെങ്ങാനും അറിഞ്ഞാൽ നമ്മളെ കാച്ചൊന്നും മാത്രമല്ല, നമ്മളെ കുടുംബം കൂടെ കുഴപ്പമുണ്ട്. ഏതാണ്ട് അവരറിഞ്ഞാലല്ലേ. ഇതെങ്ങനെ അറിയാനാ? ഇൻഫോർമറെ പറ്റി ഒരു വിവരവും പുറത്തുവിടുന്നില്ല. അതെല്ലാം ഡിപ്പാർട്ട്മെന്റിലെ ഡെഡ് സീക്രട്ട് ആയിരിക്കും. പിന്നെ നമുക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം. നീ സീരിയസ് ആയിട്ട് പറയാമോ?